എല്ലാവർക്കും നമസ്കാരം. തിരുമലക്കോവിൽ എന്ന ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുമലക്കോവിൽ എന്ന ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൊട്ടാരക്കര മുതൽ ചെങ്കോട്ട വരെയുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി ഒരു 5 മിനിറ്റ് നടന്നാൽ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ നിന്നാൽ നമുക്ക് തിരുമലക്കോവിൽ എന്ന് പറയുന്ന ഈ അമ്പലത്തിലേക്കുള്ള ബസ് കിട്ടും. അവിടെ നിന്നും അരമണിക്കൂർ ഇടവിട്ട് അമ്പലത്തിലേക്ക് ബസ്സുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്കേതായാലും വന്നപ്പോൾ തന്നെ ബസ് കിട്ടി. നമുക്കിനി തിരുമലക്കോവിൽ എന്ന ഈ പ്രശസ്തമായ അമ്പലത്തിലെ വിശേഷങ്ങൾ കാണാം. ഇവിടെ വരെ ഉള്ളൂ ഈ ബസ്. നമുക്ക് ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഇവിടുന്ന് ഒരു ചെറിയ ബസ്സുണ്ട് അമ്പലത്തിന് മുകളിലേക്ക് പോകാനായിട്ട്. ഇത് ആ കാണുന്നതാണ് ബസ്. ഇതിൽ കയറിയിട്ട് ഇനി മുകളിലേക്ക് പോകണം. തമിഴ്നാട്ടിലെ ചെങ്കോട്ടയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മുരുകൻ ക്ഷേത്രമാണ് തിരുമലൈക്കോവിൽ. കേരളവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന പശ്ചിമഘട്ടത്തിൽ ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മുരുകൻ തിരുമല മുരുകൻ എന്നും തിരുമല കുമാരസ്വാമി എന്നും അറിയപ്പെടുന്നു. ഇതുകൊണ്ട് തന്നെ ക്ഷേത്ര സമീപത്തുള്ള സ്ഥലവാസികൾക്കിടയിൽ തിരുമലൈ എന്ന പേരുള്ള നല്ലൊരു വിഭാഗം തന്നെയുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഒരു ഭാഗത്ത് തന്നെയായി തിരുമലൈ ഭഗവതി അമ്മൻ്റെ നടയും സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രം വിശാഖം നക്ഷത്രത്തിൽ പെടുന്നവർക്ക് വിശേഷമായ ഒരു ഭക്തിസ്ഥലം കൂടിയാണ്. ക്ഷേത്രത്തിന് ചുറ്റും കുറെ തെയ്യം തോപ്പുകളും ചെറിയ ഗ്രാമങ്ങളും. അതുകൊണ്ട് തന്നെ മലയുടെ ഉച്ചയിൽ നിന്നും കാണുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ഏകദേശം 600-ൽ പരം പടികളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മളിപ്പോൾ തിരുമലക്കോവിൽ എത്തിയിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്. അടിപൊളി ലൊക്കേഷനിലാണ് കേട്ടോ ഈ അമ്പലം നിൽക്കുന്നത്. ഒരു രക്ഷയില്ല. ഒരു കുളമുണ്ട്, അത് കാണിച്ചു തരാം. പച്ച കളറിൽ വെള്ളമൊക്കെ ആയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. നമുക്ക് എന്ത് രസമുണ്ട് കാണാൻ. അടിപൊളി. സൂം ചെയ്ത് കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്നറിയില്ല. ഒരു ഡാമുണ്ട്, മേക്കാറേ ഡാം.
ഇവിടുന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയി ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് അച്ചൻകോവിൽ റൂട്ട്. നമ്മുടെ നാട്ടിലേക്ക് അതുവഴിയും പോകാം. ഇവിടെ നോക്കി ഇഷ്ടംപോലെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ ആയിട്ട്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്നെ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അവിടെ നിന്നാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പ്രത്യേക ബസ് സൗകര്യമുണ്ട്. അപ്പോൾ അത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. 10 രൂപയാണ് വൺ സൈഡ് ചാർജ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് എന്തുണ്ട് ഈ പടി വഴി കയറി വരാം. അപ്പോൾ പടി കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ നിന്ന് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ ചെറിയ ബസ്സുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് ഇവിടെ ഇറങ്ങാം. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ അമ്പലം അതിൻ്റെ പരിസരം ഒരു രക്ഷയില്ല. ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് സ്വന്തം വണ്ടിയിലും വരാം, അതല്ലാതെ ബസ്സിന് വരാം, പിന്നെ ട്രെയിനിലും വരാം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ട്രെയിനിലാണ്. ട്രെയിനിൽ നമ്മുടെ കൊല്ലത്ത് നിന്നും ചെങ്കോട്ട ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴേക്കും ബസ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ അമ്പലത്തിലേക്കുള്ള ബസ് കിട്ടും. അപ്പോൾ ആ ബസ് ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ വന്നിട്ട് തിരിച്ച് വീണ്ടും ചെങ്കോട്ടയ്ക്ക് പോകും. നല്ല കോടയൊക്കെ ഇറങ്ങി അങ്ങോട്ടൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉള്ളിൽ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. അമ്പലത്തിലെ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് കിട്ടും. ആളുകളെയും കൊണ്ട് വണ്ടി വന്നതുണ്ട. ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു ബസ്സിൽ ആൾക്കാരെ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് അവിടെ നിന്ന് കൊണ്ടുവരും. KL 33 അങ്ങനെ ഇവിടുന്ന് പതിയെ ഇറങ്ങുവാണ്. ചെറിയ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോവിലിൻ്റെ താഴെ എത്തി. ഇനി ഇവിടുന്ന് ബസ്സിൽ ചെങ്കോട്ടയ്ക്ക് പോകണം. കാരണം ഈ സമയത്ത് ട്രെയിനില്ല കൊല്ലത്തേക്ക്. അപ്പോൾ ഇനി ഇവിടുന്ന് ബസ്സിൽ ചെങ്കോട്ട ഇറങ്ങി ചെങ്കോട്ടയിൽ നിന്ന് നമുക്ക് ബസ്സിൽ കൊല്ലത്തേക്ക് പോകാം. നമുക്കവിടെ ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. അപ്പോൾ ബസ് വന്ന്
അങ്ങനെ ബസ്സിൽ കയറി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ ചെങ്കോട്ട, അവിടുന്ന് കൊല്ലം. ഇതാണ് ചെങ്കോട്ട ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാൽ നമുക്ക് കൊല്ലത്തേക്ക് പോകാനുള്ള ബസ് കിട്ടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക.